Hi students, today we are going to discuss about the determination of residential status of an individual for income tax purpose. നമുക്കറിയാം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരാളുടെ ടാക്സബിൾ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ടാക്സബിൾ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി ഒരു വിശകലനം നടത്തുന്നുണ്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു വ്യക്തിയെ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് റെസിഡൻസ്. 3 തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസാണ് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. ഒന്നാമത്തതാണ് റെസിഡൻറ്റ് ബട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. Second one, resident but not ordinarily resident. Third one, non-resident. ഒരു വ്യക്തി ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ചില സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാണ്. അപ്പോൾ ഈ കണ്ടീഷൻസ് 2 തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ബേസിക് കണ്ടീഷൻസ്, സെക്കൻഡ് വൺ സബ്സീക്വൻറ്റ് കണ്ടീഷൻസ്. ഈ ബേസിക് കണ്ടീഷൻസിൻ്റെയും സബ്സീക്വൻറ്റ് കണ്ടീഷൻസിൻ്റെയും സാറ്റിസ്ഫാക്ഷനാണ് അതിലേതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്നതിനെ ഡിപ്പെൻസ് ചെയ്തിട്ടാണ് ഒരു വ്യക്തി ഈ 3 കാറ്റഗറിയിൽ ഏതിലാണ് വരുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്ക് ബേസിക് കണ്ടീഷൻസിലേക്ക് പോവാം. ബേസിക് കണ്ടീഷൻസിൽ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ for at least 182 days or more during the previous year. That's the first basic condition. ഒരു വ്യക്തി കഴിഞ്ഞ വർഷം 182 ദിവസമെങ്കിലും ഇന്ത്യയിലുണ്ട് എങ്കിൽ അയാൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. Then second basic conditions, he has been in India for 365 days for 4 previous years. അതായത് നമ്മളെ പ്രീവിയസ് ഇയറിനേക്കാളും തൊട്ട് മുന്നേയുള്ള 4 പ്രീവിയസ് ഇയറും കൂടി 365 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം, പ്ലസ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 60 ദിവസമെങ്കിലും ഇന്ത്യയിലുണ്ടായിരിക്കണം. ഇതാണ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻസ്. ഈ ബേസിക് കണ്ടീഷൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീനിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. 2 ബേസിക് കണ്ടീഷൻസുള്ള ആ 2 ബേസിക് കണ്ടീഷൻസിൽ അതിൻ്റെ ഇടയ്ക്ക് സ്ക്രീനിലൊരു വേർഡ് വന്നിട്ടുണ്ട്, ഓർ എന്നാണ് വേർഡ്. അതായത് ബേസിക് കണ്ടീഷൻ 1 or 2 ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. 1 സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ സാറ്റിസ്ഫൈഡ് ആയാലും ബേസിക് കണ്ടീഷൻസ് ഓക്കെ. ദെൻ സബ്സീക്വൻറ്റ് കണ്ടീഷൻസ്, അതായത് അല്ലെങ്കിൽ എഡീഷണൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 അഡീഷണൽ കണ്ടീഷൻസ് ആണുള്ളത്. അതിനകത്ത് ഒന്നാമത്തത്, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 730 days ഫോർ 7 പ്രീവിയസ് ഇയേഴ്സ്. അതായത് നമ്മളെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിനേക്കാൾ മുന്നേ ഉള്ള 7 പ്രീവിയസ് ഇയറും കൂടി 730 ദിവസം നമ്മൾ ഈ പുള്ളിക്കാരൻ ഇന്ത്യയിലുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ സബ്സീക്വൻറ്റ് കണ്ടീഷൻ. ദെൻ രണ്ടാമത്തെ സബ്സീക്വൻറ്റ് കണ്ടീഷൻ, ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ 2 പ്രീവിയസ് ഇയേഴ്സ് ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയേഴ്സ്. നമ്മളെ വ്യക്തി 10 വർഷത്തിനുള്ളിൽ 2 വർഷമെങ്കിലും റെസിഡൻ്റ് ആയിരിക്കണം. ഇതാണ് സബ്സീക്വൻറ്റ് കണ്ടീഷൻസ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, 2 സബ്സീക്വൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്. ആ 2 സബ്സീക്വൻറ്റ് കണ്ടീഷൻസിൻ്റെ ഇടയ്ക്കൊരു വേർഡ് വന്നിട്ടുണ്ട്. ആ വേർഡ് ആൻഡ് ആണ്. ആൻഡ് മീൻസ് ഒന്നാമത്തെയും വേണം, രണ്ടാമത്തെയും വേണം. നമുക്കറിയാം ബേസിക് കണ്ടീഷൻസ് നോക്ക്, അത് ഓറായിരുന്നു, ഏതെങ്കിലും ഒന്ന് മതി. പക്ഷേ സബ്സീക്വൻറ്റ് കണ്ടീഷൻസ് ആകുമ്പോൾ ഒന്ന് മാത്രം സാറ്റിസ്ഫൈഡ് ആയ പോരാ, രണ്ടാമത്തെയും വേണം. ഓക്കെ. ദെൻ നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽസിനെ നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാം. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്. സെക്കൻഡ് വൺ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. തേർഡ് വൺ നോൺ റെസിഡൻറ്റ്.
ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് എന്നും പറഞ്ഞു. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഒരാൾ ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കണ്ടിക്കൽ എങ്ങനെയായിരിക്കണം? വൺ ഹു സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻസ് ആൻഡ് ബോത്ത് ദ ബേസിക് കണ്ടീഷൻ ഷാൾ ബി ഓർഡിനറിലി റെസിഡൻ്റ് ഇൻ ഇന്ത്യ. അതായത് ഒരു വ്യക്തി ബേസിക് കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ രണ്ടാമത്തത് സാറ്റിസ്ഫൈഡ് ആയാലും മതി. ഇനി ഒന്നാമത്തെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എങ്കിൽ നമ്മൾ രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 2 അഡീഷണൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ അയാൾ ഇന്ത്യയിലെ ഓർഡിനറിലി റെസിഡൻ്റായി. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് നോക്കേണ്ട ആവശ്യമില്ല എന്നല്ല, അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എങ്കിൽ, ബേസിക് കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എങ്കിൽ അയാൾ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ആ സെൻറ്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വൺ ഹു സാറ്റിസ്ഫൈ എനി ഓഫ് ദി ബേസിക് കണ്ടീഷൻസ് ബട്ട് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് ദി അഡീഷണൽ കണ്ടീഷൻ. ദാറ്റ് മീൻസ് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ അയാൾ റെസിഡൻ്റായി. ദെൻ ഇനി നമ്മൾ സബ്സീക്വൻറ്റ് കണ്ടീഷൻസിലേക്ക് വരുന്നു. സബ്സീക്വൻറ്റ് കണ്ടീഷൻസിൽ 1ഉം 2ഉം ബോത്ത് ദ സബ്സീക്വൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എങ്കിൽ അയാൾ 1 സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ നോക്കണം. 2ഉം സാറ്റിസ്ഫൈഡ് ആയാൽ അയാൾ ഓർഡിനറിലി റെസിഡൻ്റായി. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ 2ഉം സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എങ്കിൽ അയാൾ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ദെൻ തേർഡ് വൺ, നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻ്റ് എന്ന് പറയുന്ന സമയത്ത് ബേസിക് കണ്ടീഷൻസ് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു, സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, നമ്മൾ നിർത്തുന്നില്ല, രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻസിലേക്ക് പോകുന്നു, അതും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എങ്കിൽ അയാൾ നോൺ റെസിഡൻ്റ് ആയി. ഓക്കെ, അതായത് നമ്മൾ ബേസിക് കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എങ്കിൽ ഹി ഷാൽ ബി നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. നമ്മളൊരു വ്യക്തിയെ ഈ രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഈ രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അയാളുടെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 3 തരത്തിലുള്ള റെസിഡൻസിനും ഡിഫറൻറ്റ് ടാക്സബിൾ ഇൻകം ആയിരിക്കും ഉണ്ടാവുക. ഒരാൾ ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ അയാളുടെ ഇന്ത്യൻ ഇൻകത്തിനും ഫോറിൻ ഇൻകത്തിനും അയാൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരാൾ നോൺ റെസിഡൻ്റ് ആണ് എങ്കിൽ അയാളുടെ ഇന്ത്യൻ ഇൻകത്തിന് മാത്രമാണ് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഇനി നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള സെക്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വ്യക്തി ഇന്ത്യക്ക് പുറത്ത് ബിസിനസ് നടത്തുകയും ആ ബിസിനസ്സിൻ്റെ നിയന്ത്രണം, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദാറ്റ് ബിസിനസ് ഈസ് വെസ്റ്റഡ് ഇൻ ഇന്ത്യ. അതിൻ്റെ മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ നിന്നുമാണ്. അതായത് വിദേശത്തൊരു ബിസിനസ് നടത്തുന്നു, അത് ഇന്ത്യയിൽ നിന്ന് മാനേജ് ചെയ്യുന്നു. അങ്ങനെയുള്ള ബിസിനസ്സിൽ നിന്ന് ഇൻകം കിട്ടുകയാണ് എങ്കിൽ അത് ഇന്ത്യൻ ഇൻകമാണോ ഫോറിൻ ഇൻകമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഇൻകം നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റിൻ്റെ കേസിലും ടാക്സബിൾ ആണ്. അല്ല എങ്കിൽ ഇന്ത്യൻ ഇൻകവും ഫോറിൻ ഇൻകവും ഓർഡിനറിലി റെസിഡൻറ്റിൻ്റെ കേസിൽ, നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ ഇന്ത്യൻ ഇൻകം മാത്രം. ഓക്കെ, അതിനുവേണ്ടിയാണ് ഈ റെസിഡൻഷ്യൽ ഇന്നത്തെ സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് നമ്മളെ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.